ഇത് സാഹിത്യ അക്കാദമി പരിസരത്തുള്ള ഒരു മരമാണ് കേട്ടോ. ഈ മരത്തിൽ കാണുന്ന ഈ മഷ്റൂം ഉണ്ടല്ലോ, ഈ മഷ്റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗനഡോർമ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളതാണ്. റഷി മഷ്റൂം എന്നാണ് ഇത് പറയുക. അതേപോലെ തന്നെ ബ്രാക്കറ്റ് ഫംഗസ്, ഷെൽഫ് ഫംഗസ്, ഈ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള സ്പീഷ്യസ് ആണിത്. റഷി മഷ്റൂം എന്നാണ് ഇതിനെ പറയുക. ഇതിൽ ചിലത് വിഷമുള്ളതും ചിലത് ഔഷധ ഗുണമുള്ളതാണ്. അത് മൈക്രോബ് ടെസ്റ്റിലൂടെ മാത്രമാണ് ഇത് അറിയുക. ഓക്കെ, അപ്പോൾ ഈ മരം എന്ന് പറയുന്നത് നശിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള മഷ്റൂംസ് മരത്തിൽ കാണപ്പെടുക. അതായത് തളർന്ന മരങ്ങൾ, അതേപോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങൾ, ഈ പറയുന്ന മരങ്ങളിലാണ് കാണുക. ഈ ഗനഡോർമ എന്ന് പറയുന്നത് പല വിഭാഗങ്ങളുണ്ട്. ഗനഡോർമ ലൂസിഡം എന്ന് പറയും, ഗനഡോർമ അപ്ലനൻഡം എന്ന് പറയും, അതേപോലെ തന്നെ ഗനഡോർമ ഓസ്ട്രേൽ എന്ന് പറയും. ഈ പറയുന്ന വിഭാഗത്തിൽ പെടുന്നതൊക്കെ നല്ല ഔഷധ ഗുണമുള്ളതാണ്. അതേപോലെ തന്നെ വിഷമുള്ളതും ഇതുപോലത്തെ ഉള്ളതിൽ കാണാം. അപ്പൊ ഇങ്ങനെയുള്ളത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ തേനിൽ ചാലിച്ചിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാപ്പി, അതായത് കാപ്പി കുടിക്കുമ്പോൾ നമുക്ക് അതിൽ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കാറ്. അത്രയ്ക്ക് രുചികരമായിട്ടുള്ള ഒരു ഇതല്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് ഔഷധ ഗുണമുള്ളതാണെന്ന് വിചാരിച്ചിട്ട് മൈക്രോസ്കോപ്പ് ടെസ്റ്റ് ചെയ്യാതെ ഉപയോഗിക്കരുത്. ചിലത് വളരെയധികം വിഷമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പറയാനുള്ളത് സാഹിത്യ അക്കാദമിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായിപ്പോൾ അവിടെ ഒരു മരം വീണിട്ട് ഈ ഷെഡ് പൊളിഞ്ഞതായിട്ട് കാണാം. അപ്പോൾ അതേപോലെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന മരങ്ങളിലാണ് ഇതുപോലത്തെ കൂണുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൂണുകളുള്ള മരങ്ങൾ നിങ്ങളുടെ വീട്ടുകളിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അത് പരമാവധി മുറിച്ചു കളയുക. ഫോറസ്റ്റിൽ അറിയിച്ചിട്ട് മുറിക്കേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് ഫോറസ്റ്റിൽ അറിയിച്ചുകൊണ്ട് മുറിക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഈ പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ പറയുന്ന മഷ്റൂം നല്ല രീതി ഔഷധ ഗുണമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് വയസ്സാവുന്നത് ലേറ്റ് ആക്കാനും, അതേപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ ഉപകരിക്കുന്ന രീതിയിലുള്ളതാണ്. രേഷ്മി മഷ്റൂം എന്നാണ് ഇത് പറയുന്നത്. ഗനഡോർമ വിഭാഗത്തിൽപ്പെട്ടതാണ്. ബ്രാക്കറ്റ് ഫംഗസ്, അതേപോലെ തന്നെ ഷെൽഫ് ഫംഗസ് സ്പീഷ്യസിൽപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്ന മഷ്റൂമാണിത്. അപ്പൊ ഇതുപോലത്തെയുള്ള മരങ്ങൾ നിങ്ങളുടെ വീടുകളിലോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലോ കാണുകയാണെങ്കിൽ, ഗവൺമെന്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെ ഇൻഫോം ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ മൂവ് ചെയ്യാൻ നോക്കുക. അല്ലാത്ത പക്ഷം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ വീടുകളിലാണെന്നുണ്ടെങ്കിൽ വീടിലേക്ക് വീഴാനുള്ള സാധ്യതകൾ കാര്യങ്ങൾ കൂടുതലായതുകൊണ്ട് ഫോറസ്റ്റിൽ അറിയിച്ചിട്ട് മുറിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ മുറിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ മുറിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത് ഔഷധ ഗുണമുള്ളതാണോ അല്ലയോ എന്നുള്ളത് മൈക്രോസ്കോപ്പ് ടെസ്റ്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രം കഴിക്കാം. ഇപ്പം എന്തായാലും നമ്മൾ സാഹിത്യ അക്കാദമിയിൽ ഇത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അത് മുറിക്കാനുള്ള കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാണിച്ചത് ചങ്ങമ്പുഴ മന്ദിരത്തിന്റെ മുന്നിലുള്ള മരമാണെന്നുണ്ടെങ്കിൽ ഇത് സാഹിത്യ അക്കാദമിയുടെ തൊട്ട് മുന്നിലുള്ള മരമാണ്. ഇതും സെയിം വിഭാഗത്തിൽ പെട്ടിട്ടുള്ള മരമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലത്തുള്ള മഷ്റൂം ഉണ്ടാവുന്നത്. അപ്പൊ അത് എത്രയും പെട്ടെന്ന് മുറിച്ച് കളയാനായിട്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.